യുദ്ധമുഖങ്ങളിൽ പെട്ടുപോയ എത്രയോ ആളുകൾക്ക് രക്ഷകനായിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. എത്രയോ അധികം പേർ, അവരെല്ലാവരും എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരു മുഖം അത് വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റേത് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് കെട്ടിവയ്ക്കാനുള്ള, തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് യുക്രൈനിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ച് സുരക്ഷിതരായി നാട്ടിലേക്ക് കൊണ്ടുവന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ യുദ്ധമുഖങ്ങളിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കാൻ, അവർക്ക് സഹായഹസ്തം നൽകാൻ കഴിഞ്ഞതാണ് തൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിത ദൗത്യം എന്നുകൂടി വി മുരളീധരൻ അദ്ദേഹം പറയുന്നു. അത് തനിക്ക് വലിയൊരു മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നുകൂടി പങ്കുവയ്ക്കുകയാണ് കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. ഉക്രൈനിലെ യുദ്ധമുഖത്ത് നിന്നും മലയാളികളടക്കമുള്ള ഭാരതീയരെ നാട്ടിലെത്തിക്കാൻ കാട്ടിയ ആർജവം നരേന്ദ്രമോദി സർക്കാരിന് ഏറെ പ്രശംസകൾ സമ്മാനിച്ചിരുന്നു. അവിടെ നിന്നും സുരക്ഷിതരായി എത്തിയ മലയാളികളായ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാവട്ടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോടുള്ള കടപ്പാട് വാക്കുകൾക്കും അതീതം. ഇത്തവണ ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥിയായ വി മുരളീധരന് മത്സരത്തിനായി കെട്ടിവെക്കാനുള്ള തുക ഇവർ കുടുംബസമേതം വന്ന് കൈമാറി. ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ സന്തോഷം സായി ശ്രുതിയും സഗൗരവവും പങ്കുവച്ചു. ഫൈനൽ ഇയർ ആയിരുന്നു, അപ്പോഴാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ ഷെല്ലിങ്ങിൻ്റെ ഇടയിലും വാറിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. PM മോദിജിയും മിനിസ്റ്റർ വി മുരളീധരൻ സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ്. യുദ്ധം നടക്കുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ശ്രുതി പറഞ്ഞ പോലെ മോദിജിയുടെയും ശ്രീ മുരളീധരൻ സാറിൻ്റെ സഹായം കൂടാതെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്താൻ. അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി പറയുന്നു. അഭിമാന നിമിഷമെന്ന് വി മുരളീധരനും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ അംഗമായി പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകിയിട്ടുള്ള ദൗത്യം വിദേശത്ത് അകപ്പെട്ട, വിദേശത്ത് ദുർഘട സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ്. സമാന നിലയിൽ റഷ്യയിൽ കുടുങ്ങിയ മലയാളികളെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ജനം, തിരുവനന്തപുരം.